സെപ്റ്റംബർ 20-ാം തീയതി 1999 നോർജിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം രാത്രി 2 മണി ആയപ്പോൾ അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് അവരുടെ കാർ എടുത്ത് നൈറ്റ് പെട്രോളിങ്ങിന് പോകാൻ ആരംഭിച്ചു. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഒരു കാർ നിൽക്കുന്നതും ആ കാറിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നതും അവർ കണ്ടു. സംശയത്തോടെ ആ കാറിൻ്റെ അടുത്ത് പരിശോധിച്ചപ്പോൾ ആ കാറിൻ്റെ ഓണർ ആ കാറുടെ ചാവി പോലും എടുക്കാതെ അതേ കാർ ലോക്ക് പോലും ചെയ്യാതെ കാർ അവിടെ വിട്ട് എവിടേക്കോ പോയിരിക്കാന്ന് അവർക്ക് മനസ്സിലായി. കാറിൻ്റെ ഉള്ളിൽ പരിശോധിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ ഹാൻഡ് ബാഗും അതോടൊപ്പം സിഗരറ്റ് ബോക്സുമാണ് അവർക്ക് അവിടെ കണ്ടുപിടിക്കാൻ സാധിച്ചത്. അവർക്ക് ആ കാറിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് കാര്യമാക്കാതെ ആ കാറിനെ അവിടെ വിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അതേ രാത്രി 12 മണി സമയമായപ്പോൾ ആ കാർ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു വീട്ടിൽ നിന്ന് ബെഗി ആൻഡ് ഡേവിഡ് എന്ന് പറയുന്ന ദമ്പതികളുടെ 18 വയസ്സായിട്ടുള്ള എലീന നിക്സ് എന്ന് പറയുന്ന ഒരു കുട്ടി അന്ന് രാത്രി ആ വീട്ടിൽ നിന്ന് കാണാതാവുകയും ആ കുട്ടി അന്ന് രാത്രി അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാറായിരുന്നു ആ പോലീസുകാർ അവിടെ കണ്ടത്. അങ്ങനെ എന്തായിരിക്കും ആ കുട്ടിക്ക് അന്ന് രാത്രി സംഭവിച്ചത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Diaries. ആരാണ് ഈ എലീന നിക്സ് എന്ന് നമ്മൾ ഫസ്റ്റ് നോക്കിയാൽ നോർജിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഈ എലീന നിക്സ് എന്ന് പറഞ്ഞ കുട്ടി ബെഗി ആൻഡ് ഡേവിഡ് എന്ന് പറയുന്ന ദമ്പതികൾക്ക് ജനിക്കുന്നത്. വളരെയധികം സാധാരണപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് അവർ ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നത്. എന്നാൽ അങ്ങനെ ജീവിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഏകദേശം ആ കുട്ടിക്ക് ഏകദേശം 18 വയസ്സ് കഴിഞ്ഞ ശേഷം ആ കുട്ടിയുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫോൺ ബില്ല് അധികമായി ഉയരുകയും അതേ തുടർന്ന് അവരുടെ അമ്മ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ എന്തുകൊണ്ടാണ് ഫോൺ ബിൽ വർദ്ധിക്കാനുള്ള കാരണമെന്ന് അവർ അന്വേഷിച്ചപ്പോഴാണ് അവരുടെ മകൾ അവരുടെ ഫോൺ ഉപയോഗിച്ച് വേറൊരു വ്യക്തിയുമായി എത്രയോ മണിക്കൂറുകൾക്ക് തുടർച്ചയായി സംസാരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ബിൽ വർദ്ധിക്കുന്നതെന്ന് അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ തുടർന്ന് വീട്ടിൽ എപ്പോഴും വഴക്കാവുകയും പല പ്രാവശ്യം ഈ എലീന നിക്സ് എന്ന് പറഞ്ഞൊരു കുട്ടി അവരുടെ വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുകയും അവരുടെ കസിൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും വീട്ടിൽ പോയി രാത്രി ഇരിക്കാറുണ്ട്. അങ്ങനെ വഴക്കുകൾ കൂടുന്തോറും അവളുടെ അമ്മ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവൾക്ക് അവിടെ ഫോൺ ഉപയോഗിക്കാനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അവളുടെ ഫോൺ കണക്ഷൻ വരെ അവർ കട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ആ വ്യക്തിയുമായി സംസാരിക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഫോൺ ചെയ്ത് സംസാരിച്ചോ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം സെപ്റ്റംബർ 20-ാം തീയതി രാത്രി 12 മണിക്ക് അവൾ അവളുടെ ബോയ് ഫ്രണ്ടുമായി സംസാരിക്കാൻ വേണ്ടി അവളെ കാർ എടുത്ത് വീട് വിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ആ രാത്രി സമയത്ത് അവൾ കാർ എടുത്ത് ആ നാട് മൊത്തം ഒരു ടെലിഫോൺ ബൂത്ത് അന്വേഷിച്ച് നടക്കുകയും ചെയ്തു. എന്നാൽ അവൾക്ക് എവിടെയും കിട്ടാതാവുകയും അവസാനം ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു ടെലിഫോൺ ബൂത്ത് അവൾ കാണുകയും അവിടെ പോയി അവളുടെ ബോയ് ഫ്രണ്ടുമായി ഏകദേശം 1 മണിക്കൂറോളം ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇന്നുവരെ ആർക്കും അറിയാത്ത ഒരു രഹസ്യമാണ്. അങ്ങനെ അന്ന് അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയ രാത്രി അവളുടെ മാതാപിതാക്കൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ അവളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻസിൻ്റെ വീട്ടിലോ ആയിരിക്കും അവൾ ഇരിക്കുക എന്ന് കരുതി അവളത് കാര്യമാക്കാതെ ഇരുന്നു. എന്നാൽ അടുത്ത ദിവസമായിട്ടും അവൾ വീട്ടിലേക്ക് വരാത്ത കാരണം കൊണ്ട് തന്നെ അവർക്ക് സംശയമാവുകയും അവളെ അന്വേഷിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഏകദേശം അവർ അന്വേഷിച്ചു പോയപ്പോൾ അവളുടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു കാർ അവർ കണ്ടുപിടിച്ചു. അവർ നേരെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഇങ്ങനെ ഞങ്ങളുടെ മകളെ രാത്രി മുതൽ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇതേ തുടർന്ന് പോലീസ് അവളെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ച് വരികയും അവളുടെ എല്ലാ കൂട്ടുകാരെയും അവളുടെ ബോയ് ഫ്രണ്ടിനെയും വിളിച്ച് പല പ്രാവശ്യം ചോദ്യം ചെയ്യുകയും ചെയ്തു. പോലീസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു തെളിവും അവർക്ക് കിട്ടാതാവുകയും ചെയ്തു. എന്നാൽ അവളുടെ കാർ നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോലീസ് പോവുകയും ആ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന CCTV ക്യാമറ അവർ പരിശോധിച്ച് നോക്കുകയും ചെയ്തു. എന്നാൽ രാത്രി അവൾ ഏകദേശം 1 മണിക്കൂറോളം ഏതൊരു വ്യക്തിയുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അതിനുശേഷം അവളുടെ കാറിൻ്റെ അടുത്തേക്ക് ഒരു പിക്കപ്പ് ട്രക്ക് വരുന്നതായും ആ ഒരു CCTV ആ കാലത്തെ CCTV അത്ര അഡ്വാൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ട്രക്കിനെ കുറിച്ചുള്ള ഒരു കാര്യവും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ ആ ഒരു ട്രക്ക് അവിടെ ഏകദേശം 10-15 മിനിറ്റോളം നിൽക്കുകയും അതിനുശേഷം ആ ട്രക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആ പോലീസിന് ആ ഒരു ട്രക്കിനെ കുറിച്ചും അല്ലെങ്കിൽ അവളെക്കുറിച്ചും ഒരു എവിഡൻസും കിട്ടാതാവുകയും അവർ എവിടെ എന്ത് അന്വേഷിക്കണമെന്നറിയാതെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ അവളെ കാണാതായി 9 ദിവസം കഴിഞ്ഞ്
അവളെ അവസാനമായി കണ്ട സ്ഥലത്ത് നിന്ന് ഏകദേശം 17 കിലോമീറ്റർ മാറിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിയുടെ ശരീരം കണ്ടുപിടിക്കുകയും ശരീരത്തിൽ ഒരു പോയിന്റ് തുണി പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു ആ ശരീരം അവർ കണ്ടുപിടിച്ചത്. ആദ്യമൊക്കെ ഇത് ഏതോ ശരീരമാണ് എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് അത് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു സംശയം കൊണ്ട് തന്നെ ഇത് അവളായിരിക്കുമോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. അവളുടെ ശരീരത്തിലുള്ള അടയാളങ്ങളും ടാറ്റൂസും ഉപയോഗിച്ച് ഇത് അവളായിരിക്കാം എന്നുള്ള തീരുമാനത്തിൽ പോലീസ് എത്തി. എന്നാൽ പോലീസ് ആ ശരീരത്തെ മുഴുവൻ പരിശോധിച്ച് നോക്കിയപ്പോൾ അവളെ ആരെങ്കിലും ഫിസിക്കലായി ടോർച്ചർ ചെയ്തതിനോ ഇല്ലെങ്കിൽ അവളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ചെയ്യിപ്പിച്ചതിനോ ഇല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ ഒരു പോയിന്റ് മുറിവുകളോ അല്ലെങ്കിൽ ഒരു ചതവോ മുറിവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളതിന് ഇന്നും തന്നെ ഒരു ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും.